ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി ലോകത്തെ കീഴടക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയിലായിരുന്നത് വൈദഗ്ധ്യമുള്ള തൊഴിൽ ചെയ്യുന്ന പ്രൊഫഷണലുകളായിരുന്നു. മനുഷ്യന്റെ ബുദ്ധിയും സർഗാത്മകതയും ആവശ്യമായിരുന്ന മേഖലകളിലേക്ക് AI കടന്നു കയറുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് പലരും ഭയപ്പെട്ടു. എന്നാൽ 2026 തുടക്കത്തിൽ പുറത്തുവരുന്ന കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് തികച്ചും വിഭിന്നമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. AI മൂലം ജോലി നഷ്ടപ്പെടുമെന്ന് കരുതിയവർ തന്നെയാണ് ഇന്ന് ഈ സാങ്കേതിക വിദ്യയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതും അതിലൂടെ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതും. ഇന്ത്യയിലെ IT പ്രൊഫഷണലുകളുടെയും മറ്റ് വൈദഗ്ധ്യമുള്ള ജീവനക്കാരുടെയും കാര്യത്തിൽ ഈ മാറ്റം വളരെ പ്രകടമാണ്. ആന്ത്രോപിക് എന്ന ആഗോള AI ഭീമൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ ഉപയോക്താക്കൾ AIയെ കാണുന്നത് വെറുമൊരു വിനോദോപാധിയായി മാത്രമല്ല, മറിച്ച് തങ്ങളുടെ തൊഴിൽക്ഷമത വർദ്ധിപ്പിക്കാനുള്ള കരുത്തുറ്റ ആയുധമായാണ്. ലോകത്തെ പ്രമുഖ AI കമ്പനികളിലൊന്നായ ആന്ത്രോപിക് വികസിപ്പിച്ചെടുത്ത ക്ലോഡ് എന്ന ടൂൾ ഇന്ന് ആഗോളതലത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ US സൈന്യം ക്ലോഡിന്റെ സഹായം തേടിയത് വലിയ വാർത്തയായിരുന്നു. യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിനും വിവരശേഖരണത്തിനും AI ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് വലിയ ധാർമ്മിക ചർച്ചകൾക്കും ഇത് വഴി തുറന്നു. പെന്റഗണുമായുള്ള സഹകരണത്തിൽ ആന്ത്രോപിക് CEO ഡാരിയോ അമോദയ്ക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടായതും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇത്തരം ആഗോള വിവാദങ്ങൾക്കിടയിലും ക്ലോഡ് എന്ന ടൂളിനെ ഗൗരവകരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ ഇന്ത്യക്കാർ മുന്നിലാണെന്നതാണ് വാസ്തവം. 2026 ഫെബ്രുവരിയിലെ ആന്ത്രോപിക് എക്കണോമിക് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ക്ലോഡ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 116-ൽ 98-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഈ സ്ഥാനം പ്രകാരം ഇന്ത്യക്കാർ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് AI ഉപയോഗിക്കുന്നതിൽ വളരെ പിന്നിലാണെന്ന് തോന്നും. എന്നാൽ ഈ കണക്കുകൾക്ക് പിന്നിൽ മറ്റൊരു വലിയ കഥയുണ്ട്. ആകെ ഉപയോക്താക്കളുടെ എണ്ണം കുറവാണെങ്കിലും ഉപയോഗിക്കുന്നവർ അത് എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു എന്നതിലാണ് ഇന്ത്യ വേറിട്ട് നിൽക്കുന്നത്. ഇന്ത്യയിലെ AI ഉപയോഗം പരിശോധിച്ചാൽ അത് കേവലം കവിതകൾ എഴുതിക്കാനോ അല്ലെങ്കിൽ തമാശകൾ ചോദിക്കാനോ ഉള്ളതല്ലെന്ന് വ്യക്തമാകും. ലോക ശരാശരിയേക്കാൾ വളരെ ഉയർന്ന തോതിലാണ് ഇന്ത്യക്കാർ സങ്കീർണമായ സാങ്കേതിക ജോലികൾക്കായി ക്ലോഡിനെ ആശ്രയിക്കുന്നത്. ക്ലോഡിംഗ്, വെബ് ആപ്ലിക്കേഷൻ വികസനം, അതുപോലെ ഡീബഗിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്കാരുടെ ക്ലോഡ് ഉപയോഗം വേറെ ലെവലാണ്. മൊത്തം ഉപയോഗത്തിൻ്റെ 6.7% വെബ്സൈറ്റുകളുടെ നിർമ്മാണത്തിനും അതുപോലെ അവയുടെ പിഴവുകൾ തിരുത്തുന്നതിനുമായാണ് ചെലവഴിക്കപ്പെടുന്നത്. ഇത് ലോക ശരാശരിയേക്കാൾ 1.9 മടങ്ങ് കൂടുതലാണെന്നത് ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ UI/UX ഡിസൈനിങ്, റെസ്യൂമെ നിർമ്മാണം, ബിസിനസ് സോഫ്റ്റ്വെയറുകളുടെ വികസനം എന്നിവയ്ക്കും ഇന്ത്യക്കാർ AIയുടെ സഹായം തേടുന്നു. പ്രോഗ്രാമിംഗ് ജോലികളിൽ ക്ലോഡ് നൽകുന്ന കൃത്യതയാണ് ഇന്ത്യൻ ഡെവലപ്പർമാരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ വേഗതയും കാര്യക്ഷമതയും കൊണ്ടുവരാൻ AI സഹായിക്കുമെന്ന് ഇവിടുത്തെ ടെക് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. AI സാങ്കേതികവിദ്യയുടെ കടന്നുവരവ് വൈദഗ്ധ്യമില്ലാത്ത ജോലികളെ മാറ്റി നിർത്തുകയും നൈപുണ്യമുള്ളവർക്ക് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള ജീവനക്കാരാണ് AI ഉപയോഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം നേടുന്നത്. ഇത്തരക്കാർ AIയെ വെറുമൊരു മറുപടി നൽകുന്ന യന്ത്രമായല്ല, മറിച്ച് തങ്ങളുടെ ജോലികൾ എളുപ്പമാക്കുന്ന ഒരു സഹപ്രവർത്തകനായാണ് കാണുന്നത്. ഇതിനെ ലേണിംഗ് ബൈ ഡൂയിങ് അഥവാ പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുക എന്ന രീതിയിലൂടെയാണ് കമ്പനി വിശദീകരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ AI ഉപയോഗിക്കുമ്പോൾ അവർ നൽകുന്ന പ്രോംപ്റ്റുകൾ അഥവാ നിർദ്ദേശങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതാകുന്നു. കാലക്രമേണ AIയുമായി ആശയവിനിമയം നടത്തുന്നതിൽ ഇവർ പ്രാവീണ്യം നേടുകയും തങ്ങളുടെ സങ്കീർണമായ ജോലികൾ AIയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പ്രാപ്തരാവുകയും ചെയ്യുന്നു. ഇതിലൂടെ സാധാരണ ജീവനക്കാരെക്കാൾ ബഹുദൂരം മുന്നിലെത്താൻ ഇവർക്ക് സാധിക്കുന്നു. AIയുടെ ഈ സ്വാധീനം തൊഴിൽ മേഖലയിൽ നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വലിയൊരു മാറ്റത്തിന്, അതായത് സ്കിൽ ബേസ്ഡ് ടെക്നോളജിക്കൽ ചേഞ്ചിന് കാരണമാകുന്നുണ്ട്. സാങ്കേതികവിദ്യയെ വേഗത്തിൽ സ്വാംശീകരിക്കാൻ കഴിയുന്നവർക്കും അതുപോലെ അത് തങ്ങളുടെ തൊഴിലിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നവർക്കും വലിയ അവസരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ ഈ വിദ്യ പഠിക്കാൻ തയ്യാറാകാത്തവർക്ക് തൊഴിൽ വിപണിയിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് IT മേഖലയിലെ മത്സരബുദ്ധി കണക്കിലെടുക്കുമ്പോൾ AI പ്രാവീണ്യം എന്നത് ഒരു അധിക യോഗ്യതയല്ല, മറിച്ച് നിലനിൽപ്പിന് അത്യാവശ്യമായ ഒന്നായി മാറിയിരിക്കുന്നു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ജോലിയുടെ ഗുണനിലവാരം ഉയർത്താനും AI സഹായിക്കുന്നു. മാർക്കറ്റിംഗ്, SEO, ഉള്ളടക്കം സൃഷ്ടിക്കൽ തുടങ്ങിയ മേഖലകളിൽ പോലും ക്ലോഡിന്റെ ഉപയോഗം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നത് സാധാരണ തൊഴിലാളികളുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ AIയോടുള്ള താല്പര്യം കേവലം പരീക്ഷണാടിസ്ഥാനത്തിലുള്ളതല്ല. പഠന ആവശ്യങ്ങൾക്കായി 3.8% ഉപയോക്താക്കൾ ക്ലോഡിനെ ഉപയോഗിക്കുന്നത് സൂചിപ്പിക്കുന്നത് വരും തലമുറ AIയോടൊപ്പം വളരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. തങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സങ്കീർണമായ വിഷയങ്ങൾ ലളിതമാക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കാനും AI ടൂളുകൾ അവരെ സഹായിക്കുന്നു. ലോക ശരാശരിയേക്കാൾ ഇന്ത്യക്കാർ ഇത്തരം ക്രിയേറ്റീവ് ജോലികൾക്കായി AIയെ ഉപയോഗിക്കുന്നതിൽ വലിയ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. വെബ് ഡെവലപ്മെന്റിൽ ഇന്ത്യയുടെ ഉപയോഗം ലോകത്തിന്റെ ഏകദേശം ഇരട്ടിയാണെന്നത് IT സേവന കയറ്റുമതിയിൽ ഇന്ത്യ കൈവരിക്കാൻ പോകുന്ന വലിയ കുതിച്ചുചാട്ടത്തിന്റെ ലക്ഷണമാണ്.
റെസ്യൂമെ നിർമ്മാണത്തിലും ജോലി അപേക്ഷകൾ തയ്യാറാക്കുന്നതിലും ഇന്ത്യക്കാർ പുലർത്തുന്ന താൽപ്പര്യം അവർ ഈ സാങ്കേതിക വിദ്യയെ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജോലികൾ കവർന്നെടുക്കുമെന്ന ഭീതിയിൽ നിന്ന് മാറി അതിനെ എങ്ങനെ വരുതിയിലാക്കാം എന്ന ചിന്തയിലേക്കാണ് ലോകം മാറുന്നത്. ഇന്ത്യയിലെ പ്രൊഫഷണലുകൾ ഇതിൽ ഒരു മികച്ച മാതൃകയായി മാറുകയാണ്. ആകെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ പട്ടികയിൽ പിന്നിലാണെങ്കിലും ലക്ഷ്യബോധത്തോടെയുള്ള ഉപയോഗത്തിൽ ഇന്ത്യക്കാർ മുന്നിലാണ്. AI ഒരു വില്ലനായി കാണാതെ അതിനെ സ്വന്തം കഴിവിനെ മൂർച്ച കൂട്ടാനുള്ള ഉപകരണമായി കാണുന്നവർക്കേ ഇനി തൊഴിൽ വിപണിയിൽ നിലനിൽക്കാൻ കഴിയൂ. ആന്ത്രോപിക്കിന്റെ റിപ്പോർട്ട് നൽകുന്ന ഏറ്റവും വലിയ പാഠവും ഇതുതന്നെയാണ്. സാങ്കേതിക വിദ്യ എപ്പോഴും മാറും, പക്ഷേ അതിനൊപ്പം സ്വയം നവീകരിക്കാൻ തയ്യാറാകുന്നവർക്ക് പുതിയ വിപ്ലവങ്ങൾ ഭീഷണിയല്ല, മറിച്ച് വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ AI ഉപയോഗം വെറുമൊരു സ്ഥിതിവിവരണ കണക്കല്ല, മറിച്ച് ലോകം ഉറ്റുനോക്കുന്ന സാങ്കേതിക മികവിന്റെ സാക്ഷ്യപത്രമായി മാറും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.